Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. സ്വരമുയർത്തി പറയാമോ? Praise the Lord. Praise the Lord. Hallelujah. 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 വലതുകരമുയർത്തി Hallelujah. 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 പുഞ്ചിരിച്ചുകൊണ്ട് Hallelujah. Hallelujah. വിശ്വാസത്തോടെ Hallelujah. ഇടത്തേക്കും വലത്തേക്കും നോക്കിക്കൊണ്ട് Hallelujah. 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 നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ ഈ സമയം മുഴുവനും നമ്മോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് തൻ്റെ തിരുക്കുമാരനോട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വലിയ കരഘോഷത്തോടു കൂടി ഒരു നന്ദി പ്രകടനം നടത്താം. എല്ലാവരും ശക്തമായൊരു കൈയടിയും. നമ്മൾ ഉടനെ തന്നെ നമ്മൾ അറിയാം, പ്രാർത്ഥിച്ച് സ്തുതിച്ചും ആരാധിച്ചും പാടിയും നമ്മൾ ദൈവത്തെ പുകഴ്ത്തുന്ന സമയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലതരം പ്രാർത്ഥനകളുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥന, ആരാധനയുടെ പ്രാർത്ഥന, വാച്യമായ പ്രാർത്ഥന, ധ്യാനാത്മകമായ പ്രാർത്ഥന, അങ്ങനെ വ്യത്യസ്തമായ പ്രാർത്ഥനകളെക്കുറിച്ച് സഭ നമ്മെ ഓരോരുത്തരെയും വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ പഠനങ്ങളിലൊക്കെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ തിരുനാമത്തെ ശക്തമായി വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അവിടുത്തെ തിരുനാമത്തിൻ്റെ പരിശുദ്ധിയെ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബജീവിതത്തിലേക്കുമൊക്കെ അവിടുന്ന് നിരവധിയായ അഭിഷേകവും അനുഗ്രഹവും ശക്തമായി ചൊരിയുന്ന ഒത്തിരി അനുഭവങ്ങളുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ നിമിഷം നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ തിരുനാമത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എത്രമാത്രം വലിയ ഔന്നിത്യത്തിലേക്കാണ് ദൈവം നമ്മെ ഉയർത്തുന്നതെന്ന്. അവിടുത്തെ വലിയ കൃപ നമ്മളിലേക്ക് അഭിഷേകമായി ചൊരിയുകയും കൃപ നമ്മളുടെ ജീവിതത്തിൽ കരകവിഞ്ഞൊഴുകുകയും ചെയ്യുന്ന വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്കറിയാം, ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 3 യുവാക്കൾ തീച്ചൂളയിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ തിരുനാമത്തെ സ്തുതിച്ചുകൊണ്ട് സർവ്വ സൃഷ്ടികളോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചത്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സൂര്യകീർത്തനത്തിലൂടെ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ നാമത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോഴുണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ച് മാർപ്പാപ്പ പുതിയ തൻ്റെ ചാക്രിക ലേഖനമായ ലൗദാത്തോ സിയിൽ പരിശുദ്ധ പിതാവ് വ്യക്തമായിട്ട് ആ അസീസിയിലെ പുണ്യവാളൻ്റെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സൂര്യകീർത്തനം ആവർത്തിച്ചുകൊണ്ട് പ്രപഞ്ചത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. വലിയ ശക്തിയോടുകൂടി, വലിയ സ്വരത്തോടുകൂടി നമുക്ക് ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിൻ്റെ തിരുനാമത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ധന്യമായ നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ എല്ലാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ സായാഹ്നത്തിൽ നമ്മുടെ സമൂഹത്തെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് അവിടുത്തെ വലിയ ശക്തിയും അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, നിയോഗങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, രാഷ്ട്രത്തിലേക്ക്, ഇടവകളിലേക്ക് ശക്തമായി ഒഴുക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് സ്വരമുയർത്തി മനമുയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ തിരുനാമത്തെ വാഴ്ത്തി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശു മഹത്വം. അവിടുത്തെ നാമത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, തടസ്സങ്ങൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ ഈ നിമിഷം ഈ സായാഹ്നത്തിൽ അവിടുത്തെ ശക്തിയായ മാധ്യസ്ഥം ഈ സമൂഹത്തിലേക്ക് ചൊരിയുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ നാവുകളിലും അവിടുത്തെ തിരുനാമത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. വലിയ ശക്തിയും അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ തിരുനാമത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രാർത്ഥിക്കട്ടെ. പൂർണ്ണ മനസ്സോടെ അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു തന്റെ വലിയ ശക്തിയിലായി ഈ നിമിഷം ഈ സായാഹ്നത്തിൽ നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രകടമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തകൻ 92-ാം അധ്യായം 1-ാമത്തെ വാചകത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു പ്രാർത്ഥിക്കുന്നു: അത്യുന്നതനായ കർത്താവെ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ തിരുനാമത്തെ വാഴ്ത്തി സ്തുതിക്കുന്നതും എത്രയോ ശ്രേഷ്ഠമാണെന്ന്.
അവിടുത്തെ തിരുനാമത്തെ നമ്മൾ ഈ നിമിഷം ഇതാ പാടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിലുമൊക്കെ ദൈവത്തിൻ്റെ തിരുനാമത്തെ വാഴ്ത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എത്രമാത്രം അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ തിരുനാമത്തെ വാഴ്ത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഗാനം ആലപിക്കുവാൻ പോവുകയാണ്. നമുക്കറിയാം, ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് നിരവധിയായ സഹനത്തിലൂടെ കടന്നുപോയ അവസ്ഥകൾ ഉണ്ടായപ്പോഴും, സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും വേദനയുടെയും ദുരന്തത്തിൻ്റെയും അവസ്ഥയുണ്ടായപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. ജോബ് പറയുന്നു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവം നമുക്ക് തന്ന എല്ലാം ദൈവം തന്നതാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ ദൈവം തന്നു എല്ലാം എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ സ്തുതി നമ്മളിപ്പോൾ പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം തന്നുവെല്ലാം, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന ആ വരികൾ ആവർത്തിച്ചുകൊണ്ട് ജോബിനോട് ചേർന്നുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ തിരുനാമത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് കരങ്ങൾ അടിച്ചുകൊണ്ട്, ശക്തമായി കരങ്ങൾ അടിച്ചുകൊണ്ട് കൊയറിനോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. ശക്തമായി കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. കൈകൾ വീശിക്കൊണ്ട് താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ താത്തിയടിക്കാം. ഒരു നിമഗ്നൻ വന്ന് യേശുവിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? യേശു പറയുന്നു, ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക. നമ്മുടെ ദൈവത്തെ പൂർണ്ണ ആത്മാവോടുകൂടി പൂർണ്ണ മനസ്സോടെ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ നമ്മെ തന്നെ മുഴുവനായി വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മുഴുവനായി നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ കോശത്തോടെ ദൈവത്തെ ആരാധിക്കാം. ഉറക്കെ പാടാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സിക്കാർ പട്ടണത്തിൽ വന്ന സമരിയാക്കാരിയോടും ജെറൂസലേമിലായിരിക്കും ആരാധനയെ നമ്മൾ പറഞ്ഞപ്പോൾ യേശു പറയുന്നു, യഥാർത്ഥമായ ആരാധന സത്യത്തിലും ആത്മാവിലുമാണെന്ന്. യഥാർത്ഥമായ ആരാധനയോടുകൂടെ സത്യത്തിലും ആത്മാവിലും നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ തിരുനാമത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാമെന്ന് നമുക്ക് പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം.
ഇടത്തേക്കും വലത്തേക്കും ചരിഞ്ഞുകൊണ്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. ഏറ്റുപാടാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ഉറക്കെ ഏറ്റുപാടാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവം 1 പത്രോസ് 2:9 പറയുന്നു, നാം ഓരോരുത്തരും ദൈവം തിരഞ്ഞെടുത്തപ്പെട്ട വംശവും അവിടുത്തെ രാജകീയ പുരോഹിത ഗണവുമാണ്. അവിടെ നമ്മെ ഓരോരുത്തരെയും വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞിട്ടുണ്ട്. ആ അഭിഷേകത്തോടുകൂടി അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയിൽ അഭിഷേകത്തിൽ നിറഞ്ഞ് ആത്മാർത്ഥമായിട്ട് അവിടുത്തെ തിരുനാമത്തെ സ്തുതിച്ച് നമുക്ക് പാടിക്കൊണ്ടിരിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. ഉറക്കെ ഏറ്റുപാടാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ശക്തിയോടുകൂടി താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. Hallelujah. വലതുകരമുയർത്തി ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇടതുകരമുയർത്തി ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല. ഇന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. അല്പനിമിഷം നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ പോകുന്നു.
സ്തുതികളിൽ വസിക്കുന്ന ഈശോ നമ്മൾ ഇന്ന് എന്താവശ്യത്തിന് വേണ്ടി ഈ ആലയത്തിലേക്ക് കടന്നു വന്നോ, നമ്മളുടെ ജീവിത ആവശ്യങ്ങൾ, ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇന്നേ ദിവസം ഈ ശാലോമിലേക്ക് വന്ന് സാധിച്ചു പോകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ വന്ന അമ്മച്ചിമാരും അപ്പച്ചമാരും സഹോദരങ്ങളും അല്പനിമിഷം നമ്മൾ സ്തുതികളിൽ വസിക്കുവാൻ പോവുകയാണ്. ഈ സ്തുതികൾ ദൈവനാമമായി മാറുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തീർച്ചയായിട്ടും ഇന്ന് സഫലമാകും. കണ്ണുകളടച്ച് ക്രൂശിത രൂപത്തിലേക്കൊന്ന് നോക്കുക. കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോ തമ്പുരാൻ സഹിച്ചതെല്ലാം ഓർക്കുക. ആ ചിന്തകളെ ഓർത്തുകൊണ്ട് നമ്മളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമല്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടെ വലതു കരം ഉയർത്തിക്കൊണ്ട് ക്രൂശിത രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ നമുക്ക് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി ഉയരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി കർത്താവേ സ്തോത്രം. എനിക്ക് എൻ്റെ ആശ്രയം യേശുവാണെന്ന് പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് സഹനങ്ങൾ കടന്നു വന്നാലും യേശു മാത്രമാണ് എനിക്ക് മതിയായവൻ. ആ സഹനവും എനിക്ക് ആ കുരിശു മാത്രം മതി. അവിടുത്തെ കുരിശിനെ നോക്കിക്കൊണ്ട് ഇനി ആ ക്രൂശിതൻ നടന്ന വഴികൾ മാത്രം മതി എൻ്റെ ജീവിതയാത്രയിൽ ശക്തിയായിട്ടും. എന്ത് ജീവിതത്തിൽ സഹനം വന്നാലും, എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ ദുരന്തം വന്നാലും ഇനി എനിക്ക് ആ കുരിശു മതി. കാരണം എല്ലാ സഹനങ്ങളെക്കാളും, എല്ലാ വേദനകളെക്കാളും, എല്ലാ സന്തോഷത്തെക്കാളും എനിക്ക് മതിയായവനാണ് യേശു. എനിക്കെൻ്റെ ആശ്രയം യേശുവാണെന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമത്തെ നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് പാടിപ്പുകഴ്ത്താം. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കെന്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. കൈകൾ അടിച്ചു പാടാം. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. യേശു മതി എന്ന വിശ്വാസത്തോടെ യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു എനിക്ക് മതിയായവനാണ്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ക്രൂരമായ വേദനകൾ നമുക്ക് വന്നു പോരട്ടെ. അവിടെ യേശു മതി എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് ഈ ഗാനത്തിന്റെ ഈരടികൾ ശക്തമായി നമുക്ക് ആവർത്തിച്ച് പാടാം.
നമുക്ക് ഈ ഗാനത്തിന്റെ ഈരടികൾ നമ്മൾ വിശ്വാസത്തോടെ പാടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് യേശുവിന്റെ വലിയ കൃപ കടന്നുകൂടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ അതിന്റെ ഈരടികൾ ഏറ്റുപാടുക. ശാപത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങളെ മാറ്റിത്തരും. നിന്ദയിൻ നാളുകൾ തീർത്തു തരും, യേശു മതിയായവൻ. ശാപത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങളെ മാറ്റിത്തരും. നിന്ദയിൻ നാളുകൾ തീർത്തു തരും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും. ശാന്തമായുറങ്ങുവാൻ കൃപ തന്നിടും, യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും. ശാന്തമായുറങ്ങുവാൻ കൃപ തന്നിടും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. മനമുയർത്തി ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.